പ്രിയ കുട്ടികൾ, നമ്മൾ ബേസിക് സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ നോക്കുകയാണ്. മാനത്തെ നിഴൽ കാഴ്ചകൾ എന്നുള്ളതാണ് ബേസിക് സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ. അതിനകത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. പ്രകാശം സഞ്ചരിക്കുന്നത് എങ്ങനെ? പ്രകാശം എപ്പോഴും നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര് സുതാര്യ വസ്തുക്കൾ. സുതാര്യം, കാണാവുന്നത്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്. പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപേക്ക് ഒബ്ജക്ട്സ്. അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപേക്ക് ഒബ്ജക്ട്സ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്ട്സ്. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കളെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്ട്സ്. ഏതുതരം വസ്തുക്കളാണ് നിഴലുകൾ ഉണ്ടാക്കുന്നത്? അധാര്യ വസ്തുക്കളാണ് നിഴലുണ്ടാക്കുന്നത്. നിഴലുണ്ടാക്കുന്നത് അധാര്യ വസ്തുക്കളാണ്, അതായത് പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ്. ഇനി അധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഭൂമിയും ചന്ദ്രനും അധാര്യ വസ്തുക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണെന്നുള്ളത് ഓർത്തിരുന്നോണം. അതുപോലെ തന്നെ കല്ല്, തടി, ഇരുമ്പ് കൊണ്ടുള്ള ഷീറ്റ്, ലോഹങ്ങൾ, കാർഡ്ബോർഡ്, പേപ്പർ, സ്റ്റീല് ഇതെല്ലാം അധാര്യ വസ്തുക്കൾക്ക് ഉദാഹരണമാണ്. സുതാര്യ വസ്തുക്കൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ കടത്തിവിടുന്നതാണ് ഗ്ലാസ് ഷീറ്റ്, ജലം, പ്ലാസ്റ്റിക് ഷീറ്റ്, പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്, വായു, ഗ്ലാസ് പേപ്പർ, ഗ്ലാസ്, സെലോ ടേപ്പ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സുതാര്യമായ വസ്തുക്കളാണ്. ഇനി ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കടത്തിവിടും അർദ്ധധാര്യ വസ്തുക്കൾ, അതായത് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്ട്സ്. അതിനുദാഹരണമാണ് റബ്ബർ ഷീറ്റ്, ഓയിൽ പേപ്പർ, കളറുള്ള പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ടിഷ്യൂ പേപ്പർ മുതലായവയെല്ലാം. ഇനി ഭൂമിയിൽ ഒരു വശത്ത് പകലായിരിക്കുമ്പോൾ മറുവശത്ത് രാത്രി ആയിരിക്കാനുള്ള കാരണമെന്ത്? ഭൂമി അധാര്യ വസ്തുവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭൂമി ഒരു അധാര്യ വസ്തു ആയതുകൊണ്ട് ഭൂമിയുടെ ഒരു വശത്ത് പ്രകാശം അടിച്ചു കഴിയുമ്പോൾ മറുവശത്ത് എന്ത് ലഭിക്കുന്നില്ല? നിഴലായി പതിക്കുന്നു. അതുകൊണ്ട് അവിടെ പ്രകാശം ലഭിക്കുന്നില്ല. അത് ആ വശമാണ്, അതിൻ്റെ പ്രകാശം അടിക്കുന്നതിൻ്റെ മറുവശമാണ് നമ്മൾ രാത്രിയായിട്ട് മനസ്സിലാക്കുന്നത്. സൂര്യൻ, ഭൂമി ഇവയ്ക്കിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? സൂര്യഗ്രഹണം. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കേട്ടിട്ടുണ്ട്. അതിനകത്ത് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടെ നേർരേഖയിൽ വരികയാണ്. അതിനകത്ത് അതിൻ്റെ ആ ഷോർട്ട് ഫോം നോക്കിയാൽ അറിയാം. അതായത് എർത്ത്, സൺ എന്നുള്ളതിൻ്റെയാണ് സൂര്യൻ, ഭൂമി എന്നുള്ളതിൻ്റെ എർത്ത്, ചന്ദ്രൻ എന്നുള്ളതിൻ്റെ മൂണ്. അപ്പം സൂര്യഗ്രഹണത്തിനകത്ത് ആരാണ്? ഭൂമിയാണ്. സൂര്യഗ്രഹണത്തിനകത്ത് ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സൂര്യഗ്രഹണം വരുന്നത്. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. നമുക്കത് പുസ്തകത്തിൽ ആ ഫിഗർ ഒന്ന് നോക്കാം. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ്. ഇത് കണ്ടോ? സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോഴാണ് സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഇനി സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ അത് അമാവാസി ദിവസത്തിലാണ് സംഭവിക്കുന്നത്. ഇനി ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. സൂര്യഗ്രഹണത്തിനകത്ത് ഭൂമി നടുക്ക് വരുന്നു. സൂര്യഗ്രഹണത്തിനകത്ത് ചന്ദ്രൻ നടുക്ക് വരുന്നു. ചന്ദ്രഗ്രഹണത്തിനകത്ത് ഭൂമി നടുക്ക് വരുന്നു. ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയെ വരുന്നതും ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാതിരിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം സൂര്യഗ്രഹണമാണ്. സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത് ഏത് സമയത്താണ്? പകൽ സമയത്താണ് സൂര്യഗ്രഹണം സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് രാത്രി സമയത്തുമാണ്. സൂര്യനും ചന്ദ്രനുമിടയിൽ ഭൂമി നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്. ചന്ദ്രഗ്രഹണത്തിനകത്ത് ആരാണ് നടുക്ക് വരുന്നത്? ഭൂമി നടുക്ക് വരുന്നു.
സൂര്യഗ്രഹണത്തിനകത്ത് ചന്ദ്രൻ നടുക്ക് വരുന്നു. അങ്ങനെ ഓർത്തിരിക്കുക. ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വന്നാൽ ചന്ദ്രനെ കാണാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം. അതായത് ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നതുകൊണ്ട് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ചന്ദ്രനെ കാണാൻ പറ്റാത്തതാണ് ചന്ദ്രഗ്രഹണം. സൂര്യനെ കാണാൻ സാധിക്കാത്തതാണ് സൂര്യഗ്രഹണം. ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന ഏത് സമയത്താണ്? രാത്രി സമയത്താണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത്.